വഖഫ് ബില്ലിന് അംഗീകാരം നൽകി സംയുക്ത പാർലമെന്ററി സമിതി. പ്രതിപക്ഷാംഗങ്ങളുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ സമിതി തള്ളി. വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് പാസാക്കിയെടുക്കാനുള്ള ബിജെപിയുടെ തിരക്കിട്ട നീക്കമാണ് ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷ എംപിമാർ ആരോപിച്ചു. 14 ഭേദഗതികളോടെയാണ് വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയത്. ബില്ലിൽ പ്രതിപക്ഷ എംപിമാർ 44 വ്യവസ്ഥകളിൽ ഭേദഗതി നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം മുന്നോട്ടുവച്ച ഭേദഗതികളെയെല്ലാം വോട്ടെടുപ്പിൽ തള്ളി. 10 എംപിമാർ പ്രതിപക്ഷ ഭേദഗതിയെ പിന്തുണച്ചപ്പോൾ 16 പേർ എതിർത്തു. വോട്ടെടുപ്പിൽ പ്രതിപക്ഷ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നും ഇതേ തുടർന്ന് നിർദ്ദേശങ്ങൾ തള്ളിയതായും JPC ചെയർമാൻ ജഗദംബിക പാൽ വ്യക്തമാക്കി. വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വഖഫ് ഭേദഗതി ബില്ലിൽ നിർദ്ദേശിക്കുന്നത്. ഭേദഗതി ബിൽ പ്രകാരം മുസ്ലിങ്ങളല്ലാത്ത 2 പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും. വഖഫ് കൗൺസിലിന് ഭൂമിയിൽ അവകാശം പറയാനാവില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണപക്ഷത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാവും റിപ്പോർട്ട് സമർപ്പിക്കുക. ഫെബ്രുവരി 13-നകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു JPCക്ക് സമയം അനുവദിച്ചിരുന്നത്. അതേസമയം വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയെടുക്കാനുള്ള തിടുക്കപ്പെട്ട നീക്കമാണ് BJP നടത്തുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. ഇത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ എംപിമാർ കഴിഞ്ഞയാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തെഴുതിയിരുന്നു. ചെയർമാൻ പക്ഷാപാതപരമായി പെരുമാറുകയാണെന്നും സമിതിയിലെ പ്രതിപക്ഷ എംപിമാർ കുറ്റപ്പെടുത്തി. JPC യോഗത്തിൽ ബഹളമുണ്ടാക്കിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം 10 എംപിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കിയ ആം ആദ്മി പാർട്ടി. 15 ഗ്യാരണ്ടികൾ അടങ്ങുന്നതാണ് പത്രിക. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ, സ്ത്രീകൾക്കും പ്രായമായവർക്കുമുള്ള ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി സുപ്രധാന വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒറ്റഘട്ടമായി ആം ആദ്മി പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കി. കെജ്രിവാളിന്റെ 15 ഗ്യാരണ്ടികൾ എന്ന പേരിൽ പുറത്തിറക്കിയ പത്രിക ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്നതാണ്. പ്രകടന പത്രികയിൽ യുവാക്കൾക്ക് തൊഴിലവസരം വാഗ്ദാനം ചെയ്യുന്നു. സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ വീതം നൽകുന്ന മഹിളാ സമ്മാൻ യോജന, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ, സൗജന്യ വൈദ്യുതി, കുടിവെള്ളം, വിദേശത്ത് പഠിക്കുന്ന ദളിത് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, മെട്രോയിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ നിരക്കിൽ 50% ഇളവ് തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ അടങ്ങുന്നുണ്ട്. BJP ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രചാരണത്തിൽ ഉന്നയിക്കുന്ന യമുന ശുചീകരണ പദ്ധതിക്കും ആം ആദ്മി പാർട്ടി മുൻഗണന നൽകി. കുടിവെള്ള പ്രശ്നം നേരിടുന്ന ദില്ലിയിൽ 24 മണിക്കൂർ കുടിവെള്ള വിതരണം ഉറപ്പാക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. पढ़े लिखे लोगों की टीम है, इनको मैंने बोला है, हम पूरा प्लान बना रहे हैं कि किस तरह से दिल्ली के एक एक बच्चे को रोजगार दिया जाएगा. तो सबसे पहली है रोजगार की गारंटी. दूसरी गारंटी है महिला सम्मान योजना कि हर महिला को हर महीने 2100 रुपए उसके बैंक अकाउंट में दिए जाएंगे. അതേസമയം 3 ഘട്ടമായി പുറത്തിറക്കിയ BJPയുടെ പ്രകടന പത്രിക ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച പദ്ധതികളുടെ കോപ്പിയാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾക്കാണ് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രകടന പത്രിക ഇത്തവണ ഊന്നൽ നൽകിയത്. അതേസമയം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള വാക്പോരും രൂക്ഷമാണ്. കൈരളി ന്യൂസ്, ദില്ലി.